വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 21ാമത്തെ ചോദ്യം, കുട്ടികളെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കുട്ടികളെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഐഡന്റിഫൈ ദ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചിൽഡ്രൻ. എ, അവർ പ്രശ്ന നിർദ്ധാരകരാണ്. ദേ ആർ പ്രോബ്ലം സോൾവേഴ്സ്. ബി, അവർ ചുറ്റുപാടുകളെ കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരാണ്. ദേ ആർ ആക്റ്റീവ് എക്സ്പ്ലോറേഴ്സ് ഓഫ് ദി എൻവയോൺമെന്റ്. സി, അവർ അന്വേഷണ ത്വരയുള്ളവരാണ്. ദേ ആർ ഇൻക്വിസിറ്റീവ്. ഡി, അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. ദേ ആർ പാസീവ് ലിസണേഴ്സ്. ഡി ആണ് ഉത്തരം. അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. ദേ ആർ പാസീവ് ലിസണേഴ്സ്. അത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. ബാക്കി മൂന്നും ശരിയാണ്. കുട്ടികൾ പ്രശ്ന നിർദ്ധാരകരാണ്. അവർ ചുറ്റുപാടുകളെ കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരാണ്. അവർ അന്വേഷണ ത്വരയുള്ളവരാണ്. എന്നാൽ ഡി തെറ്റാണ്. അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 22ാം ചോദ്യം, പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിസ്റ്റ് ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ലേൺ ഇൻ എ, ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് അഥവാ ഐസൊലേറ്റഡ് എൻവയോൺമെന്റ്. ബി, മത്സരത്തിലൂടെയാണ് അഥവാ കോമ്പറ്റീഷൻ. സി, സമൂഹമായിട്ടാണ് അഥവാ കമ്മ്യൂണിറ്റി. ഡി, ഇതൊന്നുമല്ല, നൺ ഓഫ് ദി എബവ്. സി ആണ് ഉത്തരം. സമൂഹമായിട്ടാണ് അഥവാ കമ്മ്യൂണിറ്റി. പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് സമൂഹമായിട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ്സിലെ പഠനം മത്സരമാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, സഹകരിച്ച് സമൂഹമായിട്ട് പഠിക്കാനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. സി ആണ് ഉത്തരം. 23ാമത്തെ ചോദ്യം, 8 വയസ്സ് പ്രായമുള്ള അഹദിന് വസ്തുക്കളെ അവയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും. പിയാഷെയുടെ അഭിപ്രായത്തിൽ അഹദിനുള്ള കഴിവാണ്. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ അഹമ്മദ് എന്നായി പോയിരിക്കുന്നു. അത് തെറ്റുപറ്റിയതാണ്. ഇംഗ്ലീഷിൽ ഉള്ള ഭാഗം ശ്രദ്ധിച്ചാൽ രണ്ടിടത്തും അഹദ് എന്ന് തന്നെയാണെന്ന് കാണാൻ സാധിക്കും. 8-year-old Ahad could arrange objects according to their size. According to Piaget, Ahad possessed the ability of A, reversibility. B, ശ്രേണീകരണം അഥവാ സീരിയേഷൻ. സി, സ്ഥിരത അഥവാ കൺസർവേഷൻ. ഡി, സന്തുലീകരണം അഥവാ ഇക്വിലിബ്രേഷൻ. ചോദ്യം ഒന്നുകൂടി നോക്കാം. 8 വയസ്സ് പ്രായമുള്ള അഹദിന് വസ്തുക്കളെ അവയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും. പിയാഷെയുടെ അഭിപ്രായത്തിൽ അഹദിനുള്ള കഴിവാണ്. ബി ആണ് ഉത്തരം, ശ്രേണീകരണം അഥവാ സീരിയേഷൻ. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏവ? Which among the following is or are the problems experienced by gifted children? A, പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ബി, അധ്യാപകർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. സി, വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ. ഡി, മുകളിൽ പറഞ്ഞതെല്ലാം. ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞതെല്ലാം പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അധ്യാപകർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്.
വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങളും അവർക്ക് പ്രശ്നം തന്നെയാണ്. ഡി ആണ് ഉത്തരം, മുകളിൽ പറഞ്ഞതെല്ലാം. 25. പെഡഗോഗി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പെഡഗോഗി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പെഡഗോഗി ഈസ് ദ സ്റ്റഡി അബൌട്ട് സ്കൂൾ, വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ, കുട്ടി അഥവാ ചൈൽഡ്, അധ്യാപന രീതി അഥവാ ടീച്ചിങ് മെത്തേഡ്സ്. ഡി ആണ് ഉത്തരം, അധ്യാപന രീതി അഥവാ ടീച്ചിങ് മെത്തേഡ്സ്. ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചുള്ള പഠനമാണ് പെഡഗോഗി. ഡി ആണ് ഉത്തരം. 26ാമത്തെ ചോദ്യം. സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസമാണ്. സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസമാണ് എ പെർസിസ്റ്റന്റ് ക്രോണിക് കണ്ടീഷൻ in which reading ability lags behind that of normal individuals is known as dyscalculia, dysgraphia, dyslexia, dysphasia. സി ആണ് ഉത്തരം, ഡിസ്ലെക്സിയ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് പലതും. 2019 തന്നെ ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയിൽ 26ാമത്തെ ചോദ്യം ഇതേ ചോദ്യമായിരുന്നു. അതിൽ ചില വാക്കുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. ഡിസ്ലെക്സിയ എന്ന പഠന പ്രശ്നത്തെ സംബന്ധിച്ച് തന്നെയായിരുന്നു ചോദ്യം. അത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ പഠന പ്രശ്നങ്ങൾ എന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് എല്ലാ കാറ്റഗറിയിലും അത് ചോദിക്കാവുന്നതുമാണ്. അതുകൊണ്ട് ആ ചോദ്യം, ആ 2019 ഫെബ്രുവരിയിലെ ആ ചോദ്യവും ഈ എന്താണ് ഈ പഠന പ്രശ്നങ്ങൾ എന്ന കാര്യം നമുക്കൊന്നുകൂടി ഗൗരവത്തിൽ മനസ്സിലാക്കാം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളും ഉണ്ട്. അവൾ അനുഭവിക്കുന്നത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളും ഉണ്ട്. അവൾ അനുഭവിക്കുന്നത് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. എ ആണ് ഉത്തരം, ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നൊക്കെ പറഞ്ഞാൽ ചില പഠന വൈകല്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇവ? എന്താണ് പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് പഠന വൈകല്യങ്ങൾ? ഈ വാക്കുകൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമതായി ഡിസ്ലെക്സിയ. സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ. ഈ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒരു ഭാഷ സംസാരിക്കുക, എഴുതുക, വായിക്കുക തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ കുട്ടികൾ വാക്കുകൾ തെറ്റിച്ചാണ് ഉച്ചരിക്കുക. അതുപോലെ അക്ഷരങ്ങൾ എഴുതുമ്പോഴൊക്കെ അവ തല തിരിച്ചാണ് അവ എഴുതുക. ഉദാഹരണത്തിന് ന എന്നത് തലതിരിച്ച് ധ എന്നാണ് അവർ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുക. ഇതിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഭാഷാ പഠനത്തിലുള്ള പ്രശ്നമാണ്. അത് സംസാരിക്കുക, എഴുതുക, വായിക്കുക തുടങ്ങിയ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമാണ് ഡിസ്ലെക്സിയ. രണ്ടാമത്തേതാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്നത് കുട്ടിക്ക് ശരിയായി എഴുതാൻ കഴിയാത്ത പ്രശ്നമാണ്. കുട്ടികൾക്ക് ഈ അക്ഷരങ്ങളുടെ രൂപം വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഈ അക്ഷരങ്ങളുടെ രൂപം നന്നായി മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവർക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാകും. അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത്തരം കുട്ടികൾക്ക് കേൾവിക്കുറവ് കൂടി ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഡിസ്ഗ്രാഫിയ എന്നത് പ്രധാനമായും എഴുതാൻ കഴിയാത്ത പഠന വൈകല്യമാണ്. ശരിയായ വിധത്തിൽ എഴുതാൻ പറ്റില്ല. അതിന് കാരണം അക്ഷരങ്ങളുടെ രൂപം കുട്ടികളെ കുഴപ്പിക്കുന്നതാണ്. മൂന്നാമത്തത് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് ഗണിതത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അവർക്ക് കണക്ക് ചെയ്യാനും അതുപോലെ സമയം മനസ്സിലാക്കാനും പണം കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ അക്കങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് അവർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക. പ്ലസും മൈനസും എന്താണ് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും ആ കുട്ടികൾക്ക് കഴിയില്ല. അപ്പൊ ഡിസ്കാൽക്കുലിയ എന്നത് ഗണിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്.
നാലാമത്തെ പഠന വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്നത് പേശി പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. നമ്മുടെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പഠനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇങ്ങനെ പേശികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യാനും നമുക്ക് കഴിയില്ല. ഉദാഹരണത്തിന് പെൻസിൽ എങ്ങനെയാ പിടിക്കേണ്ടത്, അത് വേണ്ട വിധം പിടിക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിലെ കൈയിലെ പേശികൾ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ. അതേപോലെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറ്റില്ല. അതേപോലെ ഷൂ ലേസ് കെട്ടുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ശരീരത്തിലെ പേശികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. അങ്ങനെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. 27ാമത്തെ ചോദ്യം, വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഫൈൻഡ് ഔട്ട് ദി ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡെവലപ്മെന്റ്. എ, വികസനം പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പരസ്പര പ്രവർത്തനത്തിന്റെ തുകയാണ്. വികസനം പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പരസ്പര പ്രവർത്തനത്തിന്റെ തുകയാണ്. ബി, വികസനം തുടർച്ചയായതും ക്രമാനുഗതവുമാണ്. സി, വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു. ഡി, വികസനം പ്രവചിക്കാൻ സാധിക്കും. ഇതിൽ സി ആണ് തെറ്റായിട്ടുള്ളത്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു എന്ന പ്രയോഗം ശരിയല്ല. ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നല്ല, ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്നാണ്. അഥവാ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ് നടക്കുന്നത്. ഇത് ഈ പരീക്ഷയിൽ തന്നെ അഥവാ 2019 ജൂൺ മാസം നടന്ന നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 17ാമത്തെ ചോദ്യം ഈ വിഷയം സംബന്ധമായി തന്നെയാണ്. അവിടെ ആ ചോദ്യം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാം. ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാവുന്നത്? അവിടെ നമ്മൾ പറയുകയുണ്ടായി, വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. അഥവാ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അപ്പോൾ അതാണ് ശരിയെന്ന് നമ്മൾ പറയുകയുണ്ടായി. അവിടെ ബി ആണ് ശരി. അഥവാ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്ന് നമ്മൾ അവിടെ പറയുകയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മോട്ടോർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഇംഗ്ലീഷ് കൂടി മനസ്സിലാക്കിയിരിക്കണം. മലയാള വാക്ക് പലപ്പോഴും മാറി മാറി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സി നമ്മൾ പരിശോധിച്ചാൽ വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു എന്നാണ്. സൂക്ഷ്മം, സ്ഥൂലം, ഈ രണ്ട് വാക്കുകളാണ് പറഞ്ഞത്. അഥവാ ജനറൽ, സ്പെസിഫിക് എന്നീ രണ്ട് വാക്കുകൾക്ക് പകരം മലയാളത്തിൽ സൂക്ഷ്മം, സ്ഥൂലം എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ 17ാമത്തെ ചോദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് എന്നാണ്. സാമാന്യം, വിശേഷം. അഥവാ അതിനാണ് ജനറൽ, സ്പെസിഫിക് എന്നതിന് സാമാന്യം, വിശേഷം എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു. ഇവിടെ സൂക്ഷ്മം, സ്ഥൂലം എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് കൂടി നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കിത് കാര്യം പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവിടെ സി ആണ്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു. ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നത് തെറ്റാണ്. 28ാമത്തെ ചോദ്യം, സംസ്ഥാന തലത്തിലുള്ള നിരവധി മത്സരങ്ങളിലേക്കായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇത് ഒരു സംസ്ഥാന തലത്തിലുള്ള നിരവധി മത്സരങ്ങളിലേക്കായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇത് ഒരു എ ടീച്ചർ സെലക്ട്സ് ഓൺലി ഗേൾ സ്റ്റുഡൻസ് ഫോർ വേരിയസ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ്. ഇറ്റ് ഈസ് എ പ്രായോഗിക സമീപനമാണ്, അഥവാ പ്രാക്ടിക്കൽ അപ്രോച്ച്. ജനാധിപത്യ സമീപനമാണ്, ഡെമോക്രാറ്റിക് അപ്രോച്ച്. ലിംഗവിവേചനമാണ്, ജെൻഡർ ബയാസ്.
യാഥാർത്ഥ്യ ബോധമുള്ള സമീപനമാണ്, റിയലിസ്റ്റിക് അപ്രോച്ച്. സി ആണ് ഉത്തരം, ലിംഗവിവേചനമാണ് അഥവാ ജെൻഡർ ബയാസ്. സി ആണ് ഉത്തരം. സംസ്ഥാന തലത്തിലേക്കുള്ള മത്സരങ്ങളിലേക്കായി പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു എന്നത് ലിംഗവിവേചനമാണ് അഥവാ ജെൻഡർ ബയാസ് ആണ്. 29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ പ്രതിഭാധനനായ കുട്ടി ഏതാണ്? ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഗിഫ്റ്റഡ് ചൈൽഡ്? എ, പൊതുവായിട്ടുള്ള അസൈൻമെന്റുകൾ അമൃതക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ബി, ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രേരണ കുറവാണ് അഥവാ മോട്ടിവേഷൻ കുറവാണ്. നന്നായി പഠിക്കുവാനാകും എന്ന വിശ്വാസം നസ്മിയക്ക് ഇല്ല. ഡി, വളരെയധികം ജിജ്ഞാസയുള്ളവളും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമാണ് ആഷ്ന. ഇവരിൽ ആരാണ് ഗിഫ്റ്റഡ് ചൈൽഡ് എന്നാണ് ചോദ്യം. ഡി ആണ് ഉത്തരം. വളരെയധികം ജിജ്ഞാസയുള്ളവളും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമാണ് ആഷ്ന. അതുകൊണ്ട് ആഷ്ന ഒരു ഗിഫ്റ്റഡ് ചൈൽഡാണ്. ഒരു ഗിഫ്റ്റഡ് ചൈൽഡിന് പഠിക്കാനാകും എന്ന വിശ്വാസം ഉണ്ടാകും. നസ്മിയക്ക് ആ വിശ്വാസമല്ല, അതുകൊണ്ട് ഗിഫ്റ്റഡ് ചൈൽഡ് അല്ല. പഠിക്കാനുള്ള അഭിപ്രേരണ ഉണ്ടാകും ഗിഫ്റ്റഡ് ചൈൽഡിന്, ജ്യോതിക്ക് അതില്ല. പൊതുവായിട്ടുള്ള അസൈൻമെന്റുകൾ ഗിഫ്റ്റഡ് ചൈൽഡിന് അത്ര ബുദ്ധിമുട്ടായിരിക്കുകയില്ല, പക്ഷെ അമൃതക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമൃത ഗിഫ്റ്റഡ് ചൈൽഡ് അല്ല. പഠിക്കാൻ ജിജ്ഞാസയുള്ളവളും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമായ ആഷ്നയാണ് പ്രതിഭാധനനായ കുട്ടി. 30ാമത്തെ ചോദ്യം, സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആരാണ്? സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആരാണ്? സ്പൈറൽ കരിക്കുലം ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എ ബ്രൂണർ, ബി സ്കിന്നർ, സി വാട്സൺ, ഡി ഗാർഡ്നർ. എ ആണ് ഉത്തരം, ബ്രൂണർ. ബ്രൂണറാണ് സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ്. സ്പൈറൽ കരിക്കുലം ബ്രൂണറുടെ കോൺട്രിബ്യൂഷൻ ആണ്.